അദാനി അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇപ്പോൾ ഒരു പുതിയ സ്വഭാവമുണ്ട്. റെക്കോർഡുകൾ ഇടയ്ക്കിടയ്ക്ക് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് 2 റെക്കോർഡുകളാണ് അദാനി അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം 1 നിന്നും 500 എന്ന സംഖ്യയിലേക്ക് കുതിച്ചു. രണ്ടാമത്തത്, ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അനായാസേന ബർത്ത് ചെയ്തു. ആരാണ് വന്നത്? MSC വെറോണ. ഇന്ത്യയുടെ വണ്ടർപോർട്ട് എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് 2 റെക്കോർഡുകൾ. 17.1 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് MSC വെറോണ പുലർച്ചെ നങ്കൂരമിട്ട് പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചത്. വെറും 10 മാസത്തിനുള്ളിലാണ് 1 നിന്നും 500 എന്ന ഈ ശ്രദ്ധേയമായ നേട്ടമെന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ 1 നിന്നും 500 എന്ന സംഖ്യയിലേക്ക് വിഴിഞ്ഞം അദാനി അന്താരാഷ്ട്ര തുറമുഖം കുതിച്ചെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് വ്യവസായ കേരളം. അങ്ങനെ ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂട്ടിയ MSC വെറോണയെ അനായാസനെയാണ് വിഴിഞ്ഞം തുറമുഖം ബർത്ത് ചെയ്തത്. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്നും ജലനിരപ്പ് വരെയുള്ള ഉയരമാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് MSC വെറോണയുടേത് 17.1 മീറ്ററാണ്. ഇതിനു മുമ്പേ ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുത്ത കപ്പലുകളുടെ ഡ്രാഫ്റ്റ് റെക്കോർഡ് 17 മീറ്റർ ആയിരുന്നു എന്നുകൂടി ഓർക്കണം. സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ ഈ നേട്ടത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്: ഒരു ദിവസം 2 റെക്കോർഡാണ് വിഴിഞ്ഞം തുറമുഖം സൃഷ്ടിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഘട്ടവും ഉറച്ച ചുവടോടെ. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും വിഴിഞ്ഞം, തിരുവനന്തപുരം, കേരളം, ഇന്ത്യ എന്ന ടാഗ് ലൈൻ കാണുമ്പോൾ ഓരോ മലയാളിക്കും ഉണ്ടാകുന്ന അഭിമാനം ചെറുതല്ലല്ലോ എന്ന് മന്ത്രി കുറിക്കുന്നു. അങ്ങനെ ലോക ചരക്ക് കപ്പൽ ഗതാഗതത്തിൽ വിഴിഞ്ഞത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതിന്റെ തെളിവാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ വന്നെത്തിയ 500 കപ്പലുകൾ. 2024 ഡിസംബറിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുറമുഖം ആരംഭിച്ച ശേഷം വെറും 10 മാസത്തിനുള്ളിലാണ് ശ്രദ്ധേയമായ നേട്ടമെന്നും എടുത്തു പറയണം. ഇതുവരെ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്ത ഈ 500 കപ്പലുകളിൽ 30 എണ്ണം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ആണ്, ULCVs. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തുറമുഖം ഇത്രയും വമ്പൻ കപ്പലുകൾ ഈ കാലയളവിനുള്ളിൽ ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതാദ്യമായാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് ഇതുവരെ കൈകാര്യം ചെയ്ത ചരക്കാകട്ടെ 11 ലക്ഷം TEU പിന്നിട്ടു. ഇന്ത്യയുടെ കടൽ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു നേട്ടമാണിത്. 18 മുതൽ 20 മീറ്റർ വരെ സ്വാഭാവിക ആഴവും കുറഞ്ഞ തീരത്തടിയുമുള്ള വിഴിഞ്ഞം രാജ്യത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിൽ അതിവേഗം ഉയർന്നു വരികയാണ്. അതിനിടയിലാണ് 500 എന്ന ആ നേട്ടം സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റുള്ള MSC വെറോണയെ അനായാസേന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നങ്കൂരമിടിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്.